Unit number 9. Mechanical properties of solids. Mechanical properties of ഒരു സോളിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്നാ ലക്ഷ്മി? എ പെർഫെക്റ്റ് സോളിഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. ശരിയല്ലേ? ഒരു ഡെഫിനിറ്റ് സൈസ് ആൻഡ് ഷേപ്പ് ഉണ്ടായി. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എക്സ്റ്റേണലി ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മൾ നേരത്തെ ചാപ്റ്ററുകളിൽ പറഞ്ഞ പോലെ അത് റെസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ആ ബോഡിക്ക് ഡീഫോമിങ് ഒന്നും സംഭവിക്കുന്നില്ല. ഇനി ഞാൻ പറയാണ്, കൺസിഡർ എൻ്റെ ഇരിക്കുന്നത് ഒരു റബ്ബറിന്റെ അല്ലെ ഒരു തടിയുടെ ഒരു റെക്റ്റാങ്കിൾ അല്ലെ സ്ക്വയർ ഫോമിലുള്ള ഒരു ചതുരി ഇരിക്കുക. പക്ഷെ എനിക്ക് അതിൻ്റെ എന്നാ പറയണേ, അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിനൊരു വ്യത്യാസം വരുത്തണമെങ്കിൽ, ഇപ്പം ഈ വശം ഇച്ചിരി ചെരിക്കണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ശരിയല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ, ഒരു റബ്ബറിന്റെ കട്ടയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് ചെരിഞ്ഞു പോകും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഫോർ ദ ഡീഫോർമേഷൻ ഓഫ് എ ബോഡി, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഡീഫോമിംഗ് ഫോഴ്സ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഈ ചാപ്റ്റർ. ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പൊ നമ്മള് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് കൊടുത്ത് ഒരു സ്റ്റീല് അല്ലെ ഒരു വുഡ്, ഒരു റബ്ബർ, പലതരം ബോഡി, ഞാൻ പിന്നെ ഇലാസ്റ്റിറ്റി വരുമ്പോൾ അത് പറയാം, പലതരം മെറ്റീരിയലിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഈ ബോഡി എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാല് ഈ ഡീഫോമിംഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, ദിസ് ബോഡി ട്രൈ ടു ഒപ്പോസ് to the deforming force. ഈ ഡീഫോമിംഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഇറ്റ് വിൽ ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. സ്കൂളിൽ കേട്ടിട്ടുണ്ടായിരിക്കും വാക്ക്. ഇറ്റ് ട്രൈ ടു റീഗെയിൻ. റീഗെയിൻ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. റീഗെയിൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അപ്പം ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒരു ബോഡിക്ക്, അല്ലെങ്കിൽ ഒരു സോളിഡ് റിജിഡ് ബോഡി, അതിന്റെ ചാപ്റ്ററിന്റെ പേര് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോൾ, ഒരു സോളിഡ് ബോഡിക്ക് ഒരു വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. പക്ഷെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴേ അതിലെ ആറ്റം അല്ലെ മോളിക്കൂൾ നേരെ അങ്ങ് ഡീഫോം ചെയ്യുമല്ല, അവരാദ്യം ശ്രമിക്കും ഇറ്റ് ട്രൈ ടു റീഗെയിൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അപ്പം നമ്മളിലെ ഒരു ഇതാണെങ്കിൽ റബ്ബർ ബാൻഡ് ആണെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് വലിച്ചിട്ട് ഒരു വശം വിട്ടാൽ എന്നാ പറ്റും? അത് തിരിച്ചതിന്റെ അവസ്ഥയിലേക്ക് പോകും. ശരിയല്ലേ? അങ്ങനെ ഒരു ബോഡി അതിന്റെ ഒറിജിനൽ ഡയമെൻഷനിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ, ചിലത് പോകാം, ചിലത് പോകാതിരിക്കാം. അങ്ങനെ നമ്മൾ ആ പ്രോപ്പർട്ടീനെ അടിസ്ഥാനമാക്കി മെറ്റീരിയൽസിനെ രണ്ടായിട്ട് തിരിക്കും. ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി ആൻഡ് പ്ലാസ്റ്റിക് ബോഡീസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നായിരിക്കും? ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാലാണ് ദ ബോഡി വിച്ച് റീഗെയിൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. അല്ലേ? നമ്മൾ കൊടുത്ത ഫോഴ്സ് തിരിച്ചു വലിച്ചു കഴിയുമ്പോൾ അവൻ അതിന്റെ ആദ്യം ഇരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്നാ പറയാം? ഇലാസ്റ്റിക് ബോഡി എന്ന് പറയും. അപ്പൊ പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും?
the body which do not regain, തിരിച്ചു വരികയില്ല, regain to its original dimension ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ സൈസ് അല്ലെ ഷേപ്പ് എന്നൊക്കെ പറയാം കേട്ടോ. By the removal of external force, by the removal of deforming force area perfect ഉത്തരായി കൊടുത്ത ഫോഴ്സ് എന്നറിയാൻ deforming force. So the material are classified into two, elastic and plastic material. ഇപ്പൊ നമ്മൾ പറയുന്ന സ്റ്റീല്, ഒരു പരിധി വരെ വുഡ്, ഇതൊക്കെ നമ്മളുടെ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ പറയുമ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് ഓൾറെഡി പ്ലാസ്റ്റിക് ഇല്ലേ, പ്ലാസ്റ്റിക് കൂടെയൊക്കെയാണ് അങ്ങ് വലിച്ചു നീട്ടിയത് അങ്ങനെ തന്നെ ഇരിക്കും അല്ലേ, തിരിച്ചു വരികയല്ല. പിന്നെ പുട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? പുട്ടി, മഡ്. മഡ് എന്ന് പറഞ്ഞാൽ കളിമണ്ണൊക്കെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് അങ്ങനെ ആക്കി കഴിഞ്ഞാല് പിന്നെ അത് തിരിച്ച് അതിന്റെ പഴയ അവസ്ഥയിൽ പോവുകയല്ലേ. നമ്മൾ ഇഷ്ടിയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയല്ലേ, നല്ല അല്ലെങ്കിൽ ഒരു കുപ്പികൾ ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്ന പോലെ അടിച്ചൊരു പരുവത്തിലാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. So these are the basic introduction to the chapter mechanical properties of solid. Based upon the size and shape and the arrangement of the particle, material are classified into two, elastic and plastic material. When we apply an external deforming force to a body, it will deform. If the body regain to its original dimension after the removal of that external force, that is called elastic body. If that body do not regain to its original dimension after the removal of that external force, that is called a plastic body. Steel and wood are the examples of elastic body. Plastic, putty, mud, rubber are the example of plastic bodies. മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ട് എഴുതിയത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? Stress and strain. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു വസ്തുവിലേക്ക് നമ്മൾ എന്നാ ചെയ്യും? അപ്ലൈ ചെയ്യും. എന്നാ കൊടുക്കുന്ന ഫോഴ്സിന്റെ പേരെന്നാ പറഞ്ഞേ? ഡീഫോമിംഗ് ഫോഴ്സ്. ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് യൂണിറ്റ് ഏരിയയിൽ എത്രയാണോ അതിന് വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. നമുക്ക് അറിയില്ല, നമ്മൾ സ്ട്രെസ്ഡാന്നൊക്കെ പറയാറുണ്ടോ നിങ്ങൾ? ഭയങ്കര സ്ട്രെസ്സാണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രഷറാണ് മനുഷ്യനല്ലേ, എക്സ്റ്റേണൽ പ്രഷർ. ഈ സ്ട്രെസ് തന്നെയാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആണെങ്കിൽ എവിടെയെങ്കിലും പ്രഷർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്നതാണ്? സ്ട്രെസ് തന്നെയാണ് കേട്ടോ. അപ്പം അപ്ലൈ ചെയ്ത ഡീഫോമിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ബൈ എ, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രെസ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്നാ? ന്യൂട്ടൺ. ഏരിയയുടെയോ? നീളം ഇൻറ്റു വീതി, മീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ ന്യൂട്ടൺ മീറ്റർ റൈസ് ടു മൈനസ്. വാട്ട് അബൌട്ട് അവർ ഫസ്റ്റ് ചാപ്റ്റർ? ഡയമെൻഷൻ എന്നാ അതിന്റെ? എഫിന്റെ ഡയമെൻഷൻ എന്നാ? എം എം ഹലോ, എഫിന്റെ മാത്രം ഡയമെൻഷൻ എം എൽ എം എൽ ടി റൈസ് ടു മൈനസ് 2 ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ അല്ലേ? എൽ റൈസ് ടു 1 അവിടെ ഉണ്ട്, 1 മൈനസ് 2 മൈനസ് 1 അപ്പം എം എൽ റൈസ് ടു മൈനസ് 1 ടി റൈസ് ടു മൈനസ് 2 ശരിയല്ലേ?
ശരിയാണ്. ഡയമെൻഷൻ ഫോഴ്സിന്റെ ml m ഇൻറ്റു ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ഈക്വൽ ടു m ഇൻറ്റു വെലോസിറ്റി ബൈ ടൈം L e raised to minus. ശരിയാണ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ദിസ് ഈസ് എ സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ deforming force per unit area. Force per unit area എന്ന് എഴുതരുത്, deforming force per unit area എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട്. ഓക്കെ, എഫ് ബൈ എ യൂണിറ്റ് എഴുതി വെക്കുക, വേണമെങ്കിൽ ഡയമെൻഷൻ. ഇനി വാട്ട് അബൌട്ട് സ്ട്രെയിൻ? സ്ട്രെയിൻ എന്നാണ്? ഇപ്പൊ ഞാൻ പറയാണ്, എൻ്റെ കയ്യിൽ L ലെങ്ത് ഉള്ള ഒരു ബോഡി ഉണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ കയ്യിൽ L ലെങ്ത് ഉള്ള ഒരു ബോഡി. ആ ബോഡിയിലേക്ക് ഞാൻ ഇങ്ങനെ താഴേക്ക് ഒരു ഫോഴ്സ് അങ്ങ് അപ്ലൈ ചെയ്തു. എഫ് എന്ന് പറയുന്ന ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്ത് ഇവനെ ഞാൻ താഴേക്ക് വലിച്ചു വിട്ടു. ശരിയല്ലേ? ഇതിന്റെ ലെങ്ത് L. അപ്പൊ എന്നാ പറ്റും? ഇവന് ഒരു ഇലോങ്ങേഷൻ സംഭവിക്കും, അല്ല അതിന്റെ നീളം കൂടും അല്ലേ? ഒരു എന്തെങ്കിലും ഒരു റബ്ബർ വായന്റെ ഒരു സാധനം നമ്മൾ വലിച്ചു പിടിക്കുകയാണെങ്കിൽ അതിന്റെ നീളം കൂടും. അപ്പൊ നീളം കൂടിയതിന്റെ വാല്യൂ എന്ന് പറയുന്നത് L പ്ലസ് ഇത്രയും കൂടിയ വാല്യൂ അല്ലേ? ഇത്രയല്ലേ കൂടിയത്? അത് ഡെൽറ്റ L എന്നിരിക്കട്ടെ. സ്മോൾ എഴുതണോ ക്യാപിറ്റൽ എഴുതണോ? ഏത് എഴുതിയാലും ശരി തന്നെ. അപ്പൊ L പ്ലസ് ഡെൽറ്റ L ആയി ഏത്? പുതിയ റോഡിന്റെ ടോട്ടൽ ലെങ്ത് അല്ലേ? ഇതിപ്പം ഞാൻ പറയുവാണെങ്കിൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ 3 തരമുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, യങ്സ് മോഡൽസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ. ലോഞ്ചിറ്റ്യൂഡിനൽ, വോളിയം. ഇത് നീളത്തിലാണ് വ്യത്യാസം വരുന്നത്. ഇതിനെ നമുക്ക് വേണേ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നും പറയാം. സോ അതിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നും പറയാം. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഏതാണെങ്കിലും സ്ട്രെയിനിന്റെ ഡെഫിനിഷൻ ഇതാണ്. ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നത് എത്രയാ? ഇവിടെ എത്ര വ്യത്യാസം വന്നു? L പ്ലസ് ഡെൽറ്റ എൽ മാറ്റം വന്നില്ല, ഡെൽറ്റ എൽ മാത്രം മാറ്റം വന്നു അല്ലേ? എല്ലാദ്യം ഉണ്ടായിരുന്ന L ലെങ്ത് ഉള്ളവനെ ഞാൻ ഡെൽറ്റ എൽ വലിച്ചു നീട്ടിയാൽ മാറ്റം വന്ന എത്രയാണ്? ഇതാണ് അതിന്റെ ഡെഫിനിഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പം ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രയാ ഇവിടെ കാർത്തി? ഡെൽറ്റ എൽ ബൈ എൽ. അതാണ് നമ്മളുടെ ഇതിന്റെ വാല്യൂ, സ്ട്രെയിനിന്റെ ഇക്വേഷൻ. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനും എന്നാന്ന് മനസ്സിലായോ? സ്ട്രെസ് എന്ന് പറഞ്ഞാല് എഫ് ബൈ എ അപ്ലൈ ചെയ്ത ഡീഫോമിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അങ്ങനെ ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് 3 രീതിയിൽ വ്യത്യാസം വരാം. ഒന്നെങ്കിൽ നീളം കൂടാ, അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും. രണ്ടാമത്തെയാണ് അതിന്റെ വോളിയം കൂടാ, അല്ലെങ്കിൽ വോളിയം സ്ട്രെയിൻ എന്ന് പറയും. അപ്പൊ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ ഒറിജിനൽ വി. മനസ്സിലായോ? ഷിയർ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചോളാം. അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെയിൻ. സ്ട്രെയിന്റെ കേസ് അപ്പൊ 3 തരമുണ്ട്. ഏതൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, വോളിയത്തിന് വ്യത്യാസം ഉണ്ടാകുന്ന ബൾക്ക് മോഡുലസ് അത് വരുന്ന കേസിൽ വോളിയം സ്ട്രെയിൻ, ഷേപ്പില് വ്യത്യാസം വരുന്നത് റിജിഡിറ്റി മോഡുലസ് വരുന്നത് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഇനി വോളിയം നിങ്ങൾക്ക് അറിയാം. ഇപ്പം ഒരു ഗ്യാസോ വെള്ളമോ എടുത്തേച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുക, അല്ലെ കംപ്രസ് ചെയ്യുക. ഇനി ഷിയർ എന്നാന്ന് ചോദിച്ചാല്, ഇപ്പൊ ഇതാണ് നമ്മളുടെ ബോഡി എന്നിരിക്കട്ടെ. ഓക്കെ, അതിനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മാത്രം ഒരു ഫോഴ്സ് കൊടുത്തു, ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ്.
അപ്പൊ എന്നാ ഈ വശം മാത്രം ഇങ്ങോട്ടൊരല്പം ട്വിൽറ്റ് ചെയ്യും. മോളുവശം മാത്രം ഇങ്ങനെ ഒരു ചെരിവുണ്ടാവും. ശരിയല്ലേ? അടി അവിടെ അങ്ങനെ തന്നെ സ്റ്റിഫായിട്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ വ്യത്യാസം നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഈ ഉണ്ടായ ആംഗിൾ ഡിഫറൻസ് തീറ്റയിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ശരിയല്ലേ? ഇവിടെ ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഡിഫറൻസ് ആണ് നമ്മളുടെ കേസിൽ ഈ വരുന്ന ഷേപ്പ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഞാൻ വേണം ഇതും പറഞ്ഞേക്കാം. ബൾക്ക് അല്ലെ വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും വോളിയം ഉള്ള ഒരു ബലൂൺ നമ്മൾ ഞെക്കി അതിന്റെ വോളിയം കുറച്ച്. ഇത് ആദ്യത്തെ ആയിരുന്നു, ഇത് രണ്ടാമത്തെ ആണെങ്കിൽ ഇത് വി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഡെൽറ്റ വിയോടെ കൂടിയില്ലേ, അപ്പം ഡെൽറ്റ വി ബൈ വി. സോ സ്ട്രെസ് എഫ് ബൈ എ, സ്ട്രെയിൻ 3 തരം: ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ. Longitudinal strain, in the case of longitudinal strain, the body is elongated. The volume strain, either volume is decreased or increased. ഇവിടെ നമുക്ക് വേണേൽ കംപ്രഷൻ കൊടുക്കാം കേട്ടോ. ഡെൽറ്റയിൽ കുറഞ്ഞെന്ന് പറയാം, അല്ലെ ഇങ്ങോട്ട് വലിച്ചു നീട്ടിയാൽ എങ്ങോട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഷേപ്പിന്റെ കേസിൽ ബട്ട് എന്നാണ് പ്രശ്നം? ഇവിടെ ഒരു വശം ഇങ്ങനെ റിജിഡ് ആയിട്ട് സ്റ്റിഫായിട്ട് ഇവിടെ ഇരിക്കുക, ഇതിനൊരു ഡീഫോർമേഷനും ഇല്ല. ഇവിടെ മാത്രം ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ്, നമ്മളൊരു ചതുരക്കട്ട എടുത്ത് വെച്ച് റബ്ബറിന്റെ ഒക്കെ മുകളിലാണെങ്കിൽ ഇങ്ങനെ തള്ളി പിടിച്ചാൽ അങ്ങോട്ട് ചെരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. മനസ്സിലായോ? അതായിട്ട് അസ്യൂം ചെയ്യണം. ഇത് ഇത്രയായിട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോകും. ഇത് തീറ്റയാണെങ്കിൽ ഇവിടെ ആ തീറ്റ തന്നെയായിരിക്കും വ്യത്യാസം വരും. ഓക്കെ, സ്ട്രെസ്സും സ്ട്രെയിനും മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ഹെഡിങ് ഹൂക്സ് ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ചോദിക്കാതെ +1 പരീക്ഷ കടന്നു പോകില്ല. ഹൂക്ക് സയന്റിസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് ഒന്ന് ഞാൻ വരച്ചോട്ടെ, വെയിറ്റ് ചെയ്യണം. നിങ്ങളെ ശ്രദ്ധിച്ച്, ഹൂക്സ് ലോ പറയുന്നതാണ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, ഒന്നിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം? ഈക്വൽ ടു ഇടാം അല്ലേ? സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സ്ട്രെയിൻ. ആ കോൺസ്റ്റന്റ് നമുക്ക് സി എന്ന് വിളിക്കാം. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സ്ട്രെയിൻ. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. തിരിച്ചും പറയും ഇലാസ്റ്റിക് മോഡുലസ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ 3 കേസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇലാസ്റ്റിക് മോഡുലസ്, യങ്സ് മോഡുലസ് പറയാം, ബൾക്ക് മോഡുലസ് പറയാം, ഷിയർ മോഡുലസ് പറയും. ഏതൊക്കെയാണ്? യങ്സ് മോഡുലസ്, യങ്സ് സയന്റിസ്റ്റിന്റെ പേരാണ്. ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, നീളം കൂടുന്ന കേസ് ഇലോങ്ങേഷൻ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ടാകുന്ന കേസിൽ ഉള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. വോളിയത്തിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. ഷേപ്പിന്റെ കേസിൽ നമ്മൾക്കുണ്ടാകുന്ന അല്ലെ നമുക്ക് കിട്ടുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ മോഡുലസ്. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. കോൺസ്റ്റന്റ് എന്നാന്ന് വന്നപ്പോൾ ഞാനത് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് എഴുതിയെന്നേ ഉള്ളൂ. യങ്സ് മോഡുലസ് എഴുതുന്നത് y ആണ്, ബൾക്ക് മോഡുലസ് എഴുതുന്നത് b എഴുതാറുണ്ട്, അവിടെ വരുമ്പം പറഞ്ഞോളാം. ഷിയർ മോഡുലസ് എഴുതുന്നത് സിഗ്മ ഉണ്ട്. ഇനി
ഹൂക്സ് ലോ അനുസരിച്ച് ഒരു ഇലാസ്റ്റിക് ബോഡി സ്ട്രെസ് ആണ് എക്സ് ആക്സിസ് എങ്കിൽ സ്ട്രെസ് കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതിനെങ്ങനെയാണ് സ്ട്രെയിന് വ്യത്യാസം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചു. ഇപ്പൊ നോക്കിയേ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ പോയിന്റ് നമുക്കിപ്പോ ഓരോ പോയിന്റ് ഓരോ പേര് കൊടുക്കും. ഇത് ഒറിജിൻ O എന്ന് കൊടുത്ത്, ഇത് ഞാൻ A എന്ന് കൊടുത്തു. നിങ്ങൾ ഏതും ആയിക്കോട്ടെ കേട്ടോ, നിങ്ങളുടെ ബുക്കിൽ, നിങ്ങൾ അതൊന്നും ടെൻഷൻ ആവുന്നു. ഈ O മുതൽ A വരെയുള്ള റീജിയന്റെ പ്രത്യേകത എന്നാ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്നാ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താലും ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താലും ഇവിടെ ഒരു സ്ലോപ്പ് എടുത്താലും സ്ലോപ്പ് എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ്. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഈ ആക്സിസ് ബൈ ഈ ആക്സിസ് അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ സ്ട്രെസ് അല്ലേ? അല്ലേ? അല്ലെങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് വേണമെങ്കിലും ഒരു ഇതില്ല. ഇത് തലതിരിച്ചാ വരച്ചിരിക്കുന്നതെങ്കിൽ ശരിയല്ലേ? അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിക് മോഡുലസ് എപ്പോഴും എങ്ങനെയായിരിക്കും അവിടെ? ഇലാസ്റ്റിക് മോഡുലസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഈ ആക്സ് ഇവിടെയാണെങ്കിലും ഈ ആക്സ് ഇവിടെയാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലായി. അതിന്റെ അർത്ഥം സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ് അല്ലേ? ദാറ്റ് മീൻസ് ഹൂക്സ് ലോ ഈസ് വാലിഡ്. ഹൂക്സ് ലോ വാലിഡ് ആണ്. മറ്റൊരു പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്രയും റീജിയനില് നമ്മൾ കൊടുത്ത ഫോഴ്സ് തിരിച്ചു വലിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയുടെ ആദ്യത്തെ അവസ്ഥയിലേക്ക് വരും. ദാറ്റ് മീൻസ് ഫ്രം ദ റീജിയൻ O to A, the Hooke's law is valid and the body should regain to its original dimension. മനസ്സിലായില്ലേ? അപ്പൊ O മുതലുള്ള A വരെയുള്ള പ്രത്യേകത, മെയിൻ പ്രത്യേകത തന്നെയാണ് അവിടെ ഹൂക്സ് ലോ വാലിഡ് ആണ്. അത് പറയാനാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നല്ല ഞാൻ പറഞ്ഞു. പിന്നെയാണ് ദ ബോഡി റീഗെയിൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. ആ A എന്ന് പറയുന്ന പോയിന്റ് പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അടുത്ത പോയിന്റ് എടുത്ത് B. A മുതൽ B വരെ എന്നാ പ്രത്യേകത? സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. അപ്പൊ ഹൂക്സ് ലോ നടക്കുവോ? ഹൂക്സ് ലോ നോട്ട് വാലിഡ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഹൂക്സ് ലോ വാലിഡ് അല്ലെങ്കിൽ പോലും ദിസ് ബോഡി റീഗെയിൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. ആ പോയിന്റിനെ മാക്സിമം ലിമിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഈൽഡ് ലിമിറ്റ്. അപ്പൊ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്നാ കാർത്തി? ഈൽഡ് പോയിന്റ് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞ്. The maximum limit up to which the body regains to its original dimension അല്ലേ? അവിടം വരെയും ആ ബോഡിക്ക് അതിന്റെ ആദ്യത്തെ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. The maximum limit up to which the body regains to its original dimension, that is called yield point. ഇനി നമുക്ക് 3 പോയിന്റ് പറയാം. C, D, E. ഇനി നോക്കി ഇനി എന്നാ പറ്റുന്നേ? B മുതൽ D വരെ ഒറ്റ നേച്ചർ ഏകദേശം അല്ലേ? ചെറിയൊരു സ്ട്രെസ് ആണെങ്കിലും സ്ട്രെയിൻ ഭയങ്കരമായിട്ട് കൂടുമല്ലേ?
ഇത്രയും സ്ട്രെസ്സിന് വ്യത്യാസം പറ്റുള്ളൂ. സ്ട്രെയിൻ പക്ഷെ എന്നാ പറ്റും, ഒരു ഷാർപ്പ് ഷൂട്ടിംഗ് ആയിരിക്കും. അതായത് ഈ ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം എല്ലാം അങ്ങനെയാണ്. ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം എന്ന് പറയുമ്പം നമുക്ക് ബി ടു ഡി എന്ന് വേണേ എഴുതാം. എന്നാ പറ്റും, എ സ്മോൾ സ്ട്രെസ് പ്രൊഡ്യൂസ് ലാർജ് സ്ട്രെയിൻ. അവിടെ എന്നാണ്, ആ ബോഡി തിരിച്ചതിന്റെ അവസ്ഥയിലേക്ക് വരുവോ, ഇല്ല. ഡു നോട്ട് റീഗെയിൻ ടു ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. ആൻഡ് ഓൾസോ ഹൂക്സ് ലോയുടെ വാലിലാണോ, ഹൂക്സ് ലോ വാലിഡ് അല്ല, നോട്ട് വാലിഡ് ഇൻ ദാറ്റ് കേസസ്. ഇനി മുകളിലോട്ട് ഒന്നും അല്ല കേട്ടോ, മുകളിലോട്ടുള്ള സി ആണേലും ഡി ആണേലും ഇ ആണേലും. ഇനി ഇവിടെ ഒരു അൾട്ടിമേറ്റ് പോയിന്റ് പറയാം. ഓക്കെ, ഒരു മാക്സിമം ലിമിറ്റ് പറയും, അല്ലെങ്കിൽ ഇവിടെ താഴെയും പറഞ്ഞാലും മതി. ഇവിടം വരെ നമ്മൾ ഗ്രാഫ് വരച്ചോളൂ അല്ലേ. ഇവിടെ വരുമ്പോൾ എന്നാ പറ്റുന്ന ആലോചിക്കും. ഇപ്പൊ റബ്ബർ ബാൻഡ് ആദ്യം വലിക്കുമ്പം നമ്മൾ എന്നാ പറ്റും, അതിങ്ങനെ നീണ്ടുപോയി. പിന്നെ വലിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കുത്തു പോലെ പൊട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ വിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിനുശേഷം അതെന്നാ പറ്റും, ഡക്റ്റിൽ അല്ലെങ്കിൽ ബ്രിട്ടിലായി. ഓക്കെ, ഫൈനൽ പോയിന്റ് നമ്മളപ്പം ഈനെ നമ്മൾ എന്നാന്ന് എഴുതണം, ബ്രിട്ടിൽ. ഓർ ഡക്റ്റൈൽ, പൊട്ടുക. സോ ഈ ലാസ്റ്റ് പോയിന്റ് ഇപ്പം നമുക്ക് ഡി വേണേ ഡക്റ്റൈലിനൂടെ പറയാൻ കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഡക്റ്റൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതായി നമ്മൾ MSc ചെല്ലുമ്പോൾ എവിടെയാ നമ്മൾ ആ ഡീഫോമിങ്, ആ ബോഡിക്ക് വ്യത്യാസം ഉണ്ടായാൽ അതിൽ ഇങ്ങനെ സം കൺസ്ട്രിക്ഷൻസ് ആർ ഫോംഡ് എന്നൊക്കെ പറയും. ആ കൺസ്ട്രിക്ഷൻസ് ആണ് പിന്നീട് പൊട്ടാൻ കാരണമാകുന്നത്. ഇവിടം വരെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ O to A, Hooke's law valid, regain to original dimension. Up to yield point A to B, Hooke's law not valid, but it regain to original dimension. Beyond which, a small stress produce large strain, and finally it is brittle or ductile. ഈ ഗ്രാഫിന്റെ നേച്ചർ ഞാൻ വരച്ച പോലെ ഏകദേശം ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, 2 ഗ്രാഫ് തന്ന് കമ്പയർ ചെയ്യാനാണ് എപ്പോഴും ചോദിക്കുന്നത്. 2 ഗ്രാഫ് വരും, രണ്ട് ചോദിക്കും ഇതിൽ ഏതിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ, ഏതിനാണ് സ്ട്രെങ്ത് കൂടുതൽ, ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക്, ഏതാണ് പ്ലാസ്റ്റിക് എന്നൊക്കെ ചോദിക്കും. ഓക്കെ, വരച്ചെഴുതിയെടുക്കാവോ? ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഗ്രാഫ് കമ്പയർ ചെയ്ത് എഴുതാൻ. ഞാൻ ഗ്രാഫ് വരയ്ക്കട്ടെ കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടോ. 2 ബോഡികൾ തന്നിരിക്കുക, എയും ബിയും. ഓക്കെ, അതിന്റെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിന്റെ ഗ്രാഫാണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി കിട്ടും അല്ലേ. ചോദ്യം 1, വിച്ച് മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റ് യങ്സ് മോഡുലസ്? വിച്ച് മെറ്റീരിയൽ ഹാസ് a great Young's modulus? B. Which of the two is the strongest material? Which material is the inverter comma ഇട്ടാട്ടോ, സ്ട്രോങ്ങസ്റ്റ്. ഏതാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്? സി. Which is more ductile? ഏതാണ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്?
മോർ ഡക്റ്റൈൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാ? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞ Lock. ഏ Means കൂടുതൽ മോർ ഡക്റ്റൈൽ എന്ന് പറഞ്ഞാല് മോർ ഡക്റ്റൈൽ എന്ന ചോദ്യത്തിന്റെ അർത്ഥം കൂടുതൽ ഡക്റ്റൈൽ പോയിന്റിലേക്ക് എത്താൻ സമയമെടുക്കുന്നവന്റെ ചോദ്യം. അതായത് കൂടുതൽ ഇപ്പം നമ്മൾ ഇരുമ്പിന്റെ ഷീറ്റ് എടുത്താൽ പൊട്ടിപ്പോകാതെ കൂടുതൽ അടിച്ച് പരത്താൻ പറ്റുന്നവ ഏതാണെന്നാണ്. അപ്പം ഓരോന്നിന്റെ ഉത്തരം ഞാൻ പറയാം. ശ്രീലക്ഷ്മി ഏയുടെ ആൻസർ ഓപ്ഷൻ പറയാവോ? ഏതിനാണ് കൂടുതൽ യങ്സ് മോഡുലസ് എന്ന്? പറയാവോ? പറയുന്നുണ്ടോ? ഏതാണ് കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയാവോ? ഏതാണ് മോർ ഡക്റ്റൈൽ എന്ന് പറയാവോ? റീസൺ വേണം നമുക്ക് ഓരോന്നും. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ. ഏന്ന് എഴുതിയാൽ ഇച്ചിരി മാർക്ക് കിട്ടായിരിക്കുമൊന്നുമില്ല, പക്ഷെ റീസൺ ഒന്ന് നോക്കി. യങ്സ് മോഡുലസ് ഏതിനാണ് കൂടുതൽ? കാരണം എന്നാ? യങ്സ് മോഡുലസ് കൂടുതൽ ഗ്രേറ്റർ ആയിട്ടുള്ളത് എയ്ക്ക് തന്നെയാണ്. കാരണം ഇതാണ്. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ സ്ലോപ്പ് എടുത്തു. ഇതല്ലേ സ്ലോപ്പ്? സ്ട്രെസ് ബൈ. ഇവിടെ നമ്മൾ അതേ സ്ഥലത്ത് നിന്ന് ഒരു സ്ലോപ്പ് എടുത്ത് നോക്കിയേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് കോൺസ്റ്റന്റ് അല്ലെ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിക് ലെങ്ത് ആണ് നമ്മൾ അതിനെ യങ്സ് മോഡുലസ് എന്ന് വിളിക്കും. അപ്പൊ കൂടുതൽ സ്ട്രെസ്സും കുറവ് സ്ട്രെയിനും ആകുമ്പോഴല്ലേ y കൂടുന്നത്. ന്യൂമറേറ്റർ ഹൈയും ഡിനോമിനേറ്റർ ലോയും കമ്പയറബിൾ. അങ്ങനെ ആയിരിക്കണ്ടേ? അത് ഏതിനാണ്? So the slope of A is greater than to that of B. So the Young's modulus of A is greater than to B. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏതാണ് സ്ട്രോങ്ങസ്റ്റ്? അപ്പൊ നോക്കണം നമ്മൾ. ഹൂക്സ് ലോ വാലിഡ് ആകുന്നത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വാലിഡ് അല്ലാത്തൊരു പോയിന്റിനെ കുറിച്ച് നമ്മൾ പറയും ഈൽഡ് പോയിന്റ്. ഈൽഡ് പോയിന്റ് ആർക്കാണ് കൂടുതൽ വാല്യൂ ഉള്ള? ബിക്ക്. ഈൽഡ് പോയിന്റ് ആർക്കാണോ കൂടുതൽ അവനാണ് സ്ട്രോങ്ങസ്റ്റ്. കമ്പയറബിൾ. സോ ദ ഈൽഡ് ലിമിറ്റ് or the maximum point up to which the body regain to its original dimension. അങ്ങനെയൊക്കെ എഴുതണം. സൂപ്പർ ആയിരിക്കും ഉത്തരം. And that limit is maximum for B comparable to A, or the yield limit is of B is greater than to A. So B is more strong. C, കൂടുതൽ ഡക്റ്റിലിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ അടിച്ചു പരത്താൻ പറ്റുന്ന ആർക്കാണ് അല്ലെ? ഇവിടെ നോക്കിയേ, ഈൽഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാല് ഇത് പതുക്കെയല്ലേ പൊട്ടുള്ളൂ, കുറെ നേരം ഇവിടെ ഇല്ലേ. പക്ഷെ ഇത് ഈൽഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രാക്ചർ സംഭവിച്ച് പൊട്ടിപ്പോയല്ലേ. അപ്പൊ ഏതിനായിരിക്കും കൂടുതൽ നമുക്ക് ഡക്റ്റിലിറ്റി കിട്ടുന്നത്? കൂടുതൽ ഈൽഡ് പോയിന്റ് ഞാൻ ഡീഫോം ചെയ്യുക. ഡീഫോം ചെയ്യുന്ന പോയിന്റ് കഴിഞ്ഞു പിന്നെ നമുക്ക് പരത്തി എടുക്കുക. അടിച്ചടിച്ചടിച്ച് സ്റ്റീലാണ് പരത്തോ അല്ല തൂമ്പ ഉണ്ടാക്കുന്ന കേസ് ഓർക്ക്. അപ്പൊ കൂടുതൽ അടിച്ചു പരത്താൻ പറ്റുന്ന എയിനെയാണോ ബിനെയാണോ? എ ആണ്. എന്നുവെച്ചാൽ ഈൽഡ് പോയിന്റ് കഴിഞ്ഞ് കുറെ സ്ട്രെയിനും കൂടെ അവൻ പൊട്ടാതെ നിൽക്കും അല്ലെ. അങ്ങനെ ഓർക്കണം. ഈൽഡ് പോയിന്റിന് ശേഷം പെട്ടെന്ന് പൊട്ടുമല്ലേ ബി.
ഈൽഡ് പോയിന്റ് കഴിഞ്ഞാൽ എന്നാ പറ്റും? പെട്ടെന്ന് ഫ്രാക്ചർ സംഭവിക്കും. ആർക്ക്? ബിക്ക്. പക്ഷെ എയിനെ സംഭവിച്ചോ? ദ ഫ്രാക്ചർ പോയിന്റ് ഈസ് മച്ച് അവേ ഫ്രം ദ ഈൽഡ് പോയിന്റ്. അങ്ങനെ എഴുതിയാൽ മതി. ദ ഫ്രാക്ചർ പോയിന്റ് അല്ലെ ദ ഡക്റ്റൈൽ പോയിന്റ് മച്ച് അവേ ഫ്രം ഈൽഡ് പോയിന്റ്. അതേതിനാണ്? എക്ക്. എ ആയിരിക്കും മോർ ഡക്റ്റൈൽ. ഏത് ഗ്രാഫ് ചോദിച്ചാലും അറിയാൻ പറ്റണം, സ്ലോപ്പ് കൂടിയത് ആർക്കാണോ അവനായിരിക്കും എന്ത് കൂടുതൽ? അടാ, സ്ലോപ്പ് കൂടിയവന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഏതാണെങ്കിലും അത് കൂടുതലായിരിക്കും അല്ലേ? പിന്നെ നമ്മൾ എന്നാ പറഞ്ഞത്? ഈൽഡ് പോയിന്റ് കൂടിയവന് സ്ട്രെങ്ത് കൂടുതലായി. എന്തോ? ഞങ്ങളുടെ ബുക്കിൽ എഴുതി തന്നേക്കുന്നത് ഏന്നാ, മറ്റേ സ്ട്രെങ്ത് കൂടുതലുള്ള. നിങ്ങളുടെ ഗ്രാഫിന്റെ പടത്തിൽ വ്യത്യാസമുണ്ടോ? അല്ല, എ ആണ്, കാരണം യങ് മോഡുലസ് കൂടുതലായതുകൊണ്ട് എ ആണ് അങ്ങനെ എഴുതുന്നത്. മോഡുലസ് കൂടുതലാണെങ്കിലും പൊട്ടിപ്പോകാടോ, അങ്ങനെ ശരിയാവുന്നത്? ഞാൻ ആ ഉത്തരത്തിനെ ചോദ്യം ചെയ്യുന്നു. മൂന്നാമത് പറഞ്ഞോടെ ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ കാർത്തി, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു വെച്ച് പറയാം. ഈൽഡ് പോയിന്റിന് ശേഷം ഫ്രാക്ചർ പോയിന്റിലേക്കുള്ള ദൂരം കൂടുതൽ ആർക്കാണ് കൂടുതൽ? അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈൽഡ് പോയിന്റ് ടു ഡക്റ്റൈൽ പോയിന്റ്, അത് ആർക്കാണോ കൂടുതൽ അവരായിരിക്കും കൂടുതൽ ഡക്റ്റിലിറ്റി തരുന്നത്. ഇത് മൂന്നുമാണ് ജനറലി ഓർത്തിരിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ഷെയർ. സോ രണ്ടാമത്തതില് ഈൽഡ് പോയിന്റ് അത് നോക്കണ്ട കേട്ടോ. യങ്സ് മോഡുലസ് ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കണം. യങ്സ് മോഡുലസ് എയുടെയും ബിയുടെയും എടുത്തു. അപ്പൊ എക്ക് ബിനേക്കാൾ കൂടുതലാന്ന് ഞാൻ പറഞ്ഞല്ലേ. യങ്സ് മോഡുലസ് കൂടിയാ എന്നാ പറ്റും? അപ്പം സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ, കോൺസ്റ്റന്റ്. അതാണല്ലോ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് കൂടിക്കഴിഞ്ഞാല് കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ കൂടുതൽ സ്ട്രെസ് കൊടുത്താലേ, ഇവിടെ ഈ ആക്സിലായിരുന്നു സ്ട്രെസ് അല്ലേ, കൂടുതൽ സ്ട്രെസ് കൊടുത്താലും ഇച്ചിരി സ്ട്രെയിനേ ഉണ്ടാവുള്ളൂ അല്ലേ. ഫോർ ലാർജ് സ്ട്രെസ്, നിങ്ങൾ അതും കൂടെ എഴുതിയെടുത്ത്, ഫോർ ലാർജ് സ്ട്രെസ് സ്മോൾ സ്ട്രെയിൻ ഈസ് ഫോംഡ്. അതുകൊണ്ടാണ് അത് സ്ട്രോങ്സ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ഇറ്റ് ടു ഒപ്പോസ് ദ സ്ട്രെസ് ഓർ ലാർജ് സ്ട്രെസ് പ്രൊഡ്യൂസ് എ സ്മോൾ സ്ട്രെയിൻ. അപ്പൊ ആ ബോഡി എന്നാ ചെയ്തു? ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് IE എന്നെഴുതിയോ? ദാറ്റ് ഈസ് ദ ബോഡി ബോഡി A oppose the deforming force. That is, or therefore, the body A is strongest. Clearly? നിങ്ങൾ ഇത് എഴുതിയെടുക്കാൻ തുടങ്ങിയായിരുന്നോ അതോ എഴുതിയെടുക്കാൻ പോണേ ഉള്ളോ? ഞാൻ മറന്നുപോയി. എഴുതിയെടുക്കാൻ തുടങ്ങി. അന്ന് എഴുതിയെടുക്കാം കേട്ടോ. തീർന്നോ? നിങ്ങളുടെ ആരുടെയും വീട്ടില് മീൻ പറക്കുന്ന വല്ലതും ഉണ്ടോ? അല്ല, എന്തേലും ഒച്ച കേൾക്കുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിലാണ്. നോ പ്രോബ്ലം. ഞാൻ എന്റെ ഇതിന്റെ എന്റെ ഹെഡ്സെറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നോണ്ടിരുന്നത്. ഞാൻ പറയണ്ടായിരുന്നു എന്നോട്. കുറെ നേരം ഞാൻ ഹെഡ്സെറ്റ് ഊരിക്കൊത്തുന്നു എരപ്പാന്ന് പറഞ്ഞു. നോ പ്രോബ്ലം, ജസ്റ്റ് ലീവ്.
എന്റെ ഹെഡ്സെറ്റിന് ഒരു കുഴപ്പമില്ലെന്ന്. ഇനി ഞാൻ പറഞ്ഞില്ലേ, യങ്സ് മോഡുലസ് ആണ് ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ അല്ലേ. ബൾക്ക് മോഡുലസ് ആണ് ചേഞ്ച് ഇൻ വോളിയം ബൈ വോളിയം. ഷിയർ മോഡുലസ് ആണ് എനിക്കിനി പറയാനുള്ളത്. അല്ലാതെ എങ്ങനെയാന്ന് വേണമെങ്കിൽ ചിലപ്പോ നിങ്ങൾ ചുമ്മാ F/A എന്ന് എഴുതിയേക്കുമല്ലേ നോക്കിയേ. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു റെക്ടാങ്കുലർ ബോഡി എടുത്തു. ഈ പറഞ്ഞ പോലെ അവനൊരു ചെരിവ് സംഭവിച്ചു, ഇത്രയും മാറ്റം from its original dimension. നമ്മൾ പറയുന്നു ഇവിടെ ഇത്രയും മാറ്റം ഉണ്ടായത് തീറ്റയാന്നിരിക്കട്ടെ. ഞാൻ ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ കൊടുത്തു. ഇതിനെ O, ഇതിനെ A, ഇതിനെ B അങ്ങനെ കൊടുത്തു. ഓക്കെ, ഈ BA എന്ന് പറയുന്ന വാല്യൂ അല്ലേ വ്യത്യാസം ഉണ്ടായത് അല്ലേ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ. പടം എങ്ങനെ തന്നാലും ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പറയാം, അതുകൊണ്ടാട്ടോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇതതിന്റെ 90 ഡിഗ്രി അല്ലേ, ഇത് അതിന്റെ ഹൈപ്പോട്ടന് OA എന്ന് പറഞ്ഞല്ലേ അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ്. അല്ലെങ്കിൽ ഇതിന്റെ ഈ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കുക, എല്ലിരിക്കട്ടെ. BA നമുക്ക് എത്രയാ മാറിയെന്ന്, അതാണ് നമുക്ക് മാറ്റം ഉണ്ടായ വാല്യൂ. അപ്പം ഈ ടാൻ തീറ്റ എടുത്തതിനായിട്ട് BA ഡിവൈഡഡ് ബൈ OB അല്ലെ, എതിർവശം ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്, ഹൈപ്പോട്ടനൂസ് അല്ല OB, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കുണ്ടാകുന്ന ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഒരു ഡെൽറ്റ എക്സ് എന്ന് വല്ലതും എടുക്കാം. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ L, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അവിടെ വളരെ ചെറുതാ തീറ്റ. ഇഫ് തീറ്റ ഈസ് വെരി 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 സ്മോൾ, ടാൻ തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. സോ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ L. ഇതൊന്ന് അറിഞ്ഞിരുന്നേക്കണം കേട്ടോ, എത്രമാത്രം ആംഗിൾ വ്യത്യാസമാണ് ഉണ്ടാകാൻ പറ്റുന്നത് ഇൻ ദ കേസ് ഓഫ് എ ഷിയർ മോഡുലസ്. ഓക്കെ, ഇനി ഇല്ല, ഇതിന്റെ നമ്മൾ മോഡുലസ് പറയലേ, ഇപ്പം സിഗ്മ ഷിയർ മോഡുലസ് ആണ് ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. സ്ട്രെസ്സിന് നമുക്ക് തന്നെ എഴുതാം F/A ഡിവൈഡ് ബൈ തീറ്റ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വേണേ F/A തീറ്റ എന്ന് എഴുതാം. ഞാൻ മറ്റേ പാട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, F/A ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് ബൈ L, ദാറ്റ് ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എക്സ്. ശരിയല്ലേ? രണ്ട് രീതിയിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. പോരെ എന്നാ, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്. ഇതിൽ ഏതാദ്യം താഴെ വരുമെന്നാ ചോദ്യം. അപ്പം മൂന്നിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇത് അല്ലേ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്നാണ്, റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുക അല്ലേ. സാധാരണ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇനേർഷ്യ എന്ന് പറഞ്ഞേ. റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I = mr² എഴുതിക്കൊണ്ട്. അപ്പൊ ഒന്ന് mr² ആണ്, എല്ലാത്തിൻ്റെ റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് mr²/2 ആണ്, ഒന്ന് mr²/2/5 × mr². 1 × mr², ½ × mr². ഇതിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും?
2/5 mr square. 2/5 mr² ആണ് ഏറ്റവും ചെറുത് അല്ലേ? അത് ചെറുതാന്ന് പറയുമ്പം അതിന് ഐ കുറവാന്നല്ലേ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഇനേർഷ്യ കുറവാണല്ലേ? ഇനേർഷ്യ കുറവാകുമ്പോ അത് പെട്ടെന്ന് ഉരുണ്ടോളൂല്ലോ. കണ്ടോ ഉത്തരം വന്ന വഴി കണ്ടോ? അപ്പൊ ഏറ്റവും പെട്ടെന്ന് താഴെ വന്ന ആരാണ്? സോളിഡ് സ്ഫിയർ. അങ്ങനെയെങ്കിൽ ഏറ്റവും പതുക്കെ വന്ന ആരായിരിക്കും? ബ്യൂട്ടിഫുൾ ചോദ്യമല്ലേ? ചുമ്മാതൊന്നും ഉത്തരം എഴുതാൻ പറ്റില്ല, ആലോചിക്കണം. നിങ്ങൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മറ്റേ നിങ്ങൾക്ക് അറിയാവുന്ന അതിന്റെ ബിയും സിയും തന്നിരിക്കുന്ന വെച്ച് ചെയ്യാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യന്റെ എ ഉണ്ടോ? ഒരു ആളിങ്ങനെ ഒരു വട്ടത്തിൽ കറങ്ങുന്ന ഒരു റൊട്ടേഷൻ ടേബിൾ. ഈ സർക്കസിലൊക്കെ പെൺപിള്ളേരൊക്കെ കറങ്ങുന്നുണ്ടോ? പോയിട്ടുണ്ടോ സർക്കസിന്? ഇതിങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. സർക്കസ് കണ്ടിട്ടില്ലേ ഇവര്? പിന്നെ വേറെ പണിയില്ല. ഇങ്ങനെ കൈ വിരിച്ചു വെച്ചേക്കോ കൊച്ച്, എന്നിട്ടാണ് അതേ കടന്ന് കറങ്ങണേ. അത് കഴിഞ്ഞപ്പോ ആ കൊച്ച് അടുത്ത കേസില് ഒന്ന് ശരിക്കും വരയ്ക്കാൻ പാടാട്ടെ, കൈ നിവർത്തി പിടിച്ചു. പരീക്ഷയ്ക്ക് അങ്ങനെ പടം കൈ നിവർത്തി പിടിച്ചിരിക്കുന്ന പടം തന്നെ അന്ന് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് ആ കൊച്ച് അതിന്റെ നടുക്ക് എന്ന് വെച്ച് കൈ പുറകോട്ട് കെട്ടി വെച്ചു. ഓക്കെ, ഇതാണ് കേസ് 1. ഇത് കേസ് 2. എന്റെ ചോദ്യം ഇതാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ഐക്ക് എന്ത് സംഭവിക്കും? മാസ് മാറുന്നില്ല അല്ലേ? റേഡിയസും മാറുന്നില്ല. അപ്പൊ mr² വെച്ചൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ വരുന്ന ഉത്തരമാണ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്. എന്നാണ് കൊച്ചു കറങ്ങുന്നതിന്റെ ഉത്തരം എന്നാണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്. ഇക്വേഷൻ L = I × ഒമേഗ അല്ലേ? ഇപ്പൊ ആദ്യത്തെ കേസിൽ ഉണ്ടായിരുന്നത് I1 ω1 ആട്ടെ, ഇവിടെയുള്ളത് I2 ω2 ആണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, കൈ വിരിച്ചു പിടിക്കുമ്പോഴാണോ കൈ അടുപ്പിച്ച് പിടിക്കുമ്പോഴാണോ പെട്ടെന്ന് കറങ്ങാൻ പറ്റുന്നത്? അങ്ങനെയാണോ? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ കൈ വിരിച്ചു പിടിച്ചു കഴിഞ്ഞാല് അതിന്റെ നടുക്ക് നിന്ന് കറങ്ങുന്നതിന്റെ സ്പീഡ് കുറയുമല്ലേ ഉള്ളൂ. ചിന്തിക്കുക, ഇതിനൊന്നും വേറെ ഉത്തരങ്ങളില്ല. കറങ്ങിക്കൊണ്ടിരിക്കുക ഒരു സാധനം, അതിന്റെ നടുക്ക് താൻ നിൽക്കുവാണെങ്കിൽ കാർത്തി കൈ വിരിച്ചു പിടിക്കുമ്പോഴാണോ കൈ അടുപ്പിച്ച് പിടിക്കുമ്പോഴാണോ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നത്? ആ ഡിസ്കിൻ അടി കിടന്ന് കറങ്ങുന്നതിന്റെ മുഴുവൻ സ്പീഡ് കിട്ടുന്നത് കാർത്തി കൈ അടുപ്പിച്ച് പിടിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ കൈ അടുപ്പിച്ച് പിടിക്കുമ്പം കേസ് 2 ω2 കൂടുതലായിരിക്കും അല്ലെ? സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ എന്നാ? റൊട്ടേഷന്റെ കേസിൽ വെലോസിറ്റി അല്ലേ? ആംഗുലാർ വെലോസിറ്റി കൂടുക എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ആംഗുലാർ വെലോസിറ്റി കൂടുതൽ ഏതായിരിക്കും? ω2 കേസ്. നമ്മൾ പറഞ്ഞു I1 ω1 = I2 ω2. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് അനുസരിച്ച് ഈ കേസിലെ ആംഗുലാർ മൊമെന്റോ ഈ കേസിലെ ആംഗുലാർ മൊമെന്റോ തുല്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? I1 ω1 = I2 ω2. അപ്പൊ നമ്മൾ പറഞ്ഞു ω2 കൂടി, പക്ഷെ ഈ വശം ഒരു കോൺസ്റ്റന്റ് അല്ലേ? ω2 കൂടിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാ സംഭവിക്കും? ω2 കൂടിയാലേ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നിൽക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി I2 കുറയണ്ടേ? ഇവിടെ 10 ആയിരുന്നു നോക്കുക, ω2 5 ആയിരുന്നത്, അല്ല പടം 2 ആയിരുന്നത് 5 ആയെങ്കിൽ I2 2 കുറയല്ലേ? മനസ്സിലായില്ലേ? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആകുമ്പോൾ ഒന്ന് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി മറ്റത് കുറയണം, നല്ല ഇപ്പുറത്തെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുള്ളൂ. ആ ഐഡിയ മനസ്സിലായില്ലേ ഇതുവരെ? എടാ ഈ വശം 100 ആന്നിരിക്കട്ടെ,
കൈ വിരിച്ചു പിടിച്ചപ്പോഴത്തേന് ω2 50 അപ്പൊ I2 എത്രയേ ഉള്ളൂ? 2. ഇനി കൈ അടുപ്പിച്ച് പിടിച്ചപ്പോ ω2 75 അപ്പൊ എത്രയുണ്ട്? 1 പോയിന്റ് സംതിങ് അല്ലേ ഉള്ളൂ. അപ്പം ω2 കൂടിയ എന്നാ പറ്റും? I കുറയും. അപ്പൊ അതാണ് ചോദ്യം. ഇതിന്റെ ഏതിന്റെ കേസിൽ കൈ അടുപ്പിച്ച് പിടിച്ച മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് പറ്റും? മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുന്നതാണ്. ഞാനേ വീഡിയോ ഒന്ന് ഓൺ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങക്ക് എന്നെ കാണത്തില്ലേ? കണ്ട ഈ പടം കണ്ട? ഈ പടം ഞാൻ തന്നായിരുന്നോ? ആ പുള്ളി സർക്കസുകാരൻ കാണത്തില്ലേ പടം? കൈ വിരിച്ച് വിരിച്ചിന്ന് കറങ്ങുവാണ്. കൈ അടുപ്പിച്ച് പിടിക്കുമ്പോ എന്നാ പറ്റും? കൈ അടുപ്പിച്ച് പിടിക്കുമ്പോ പെട്ടെന്ന് കറങ്ങും. പെട്ടെന്ന് കറങ്ങുമ്പോ ω കൂടും. ω കൂടിയ I കുറയും. വേണ്ട അടുത്ത ചോദ്യം കണ്ട? പുള്ളിക്കാരി കിടന്ന് കറങ്ങുന്നത് എന്തേലും ചോദിക്കുന്ന ചോദ്യമാണ്. എപ്പോഴും ചോദിക്കും. ഇതെന്താ സെയിം ചോദ്യം തന്നെയാ. എല്ലാ വർഷവും പല രീതിയിൽ ചോദിച്ചേക്കുക. ആ പെണ്ണിന്റെ വലിപ്പിച്ചിരി കൂടിയെന്നേ ഉള്ളു. 4 വർഷം അതേ ഫിഗർ എന്ന് ചോദ്യം ചോദിച്ചു. ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ പറയാം. മനസ്സിലായോ കൃത്യമായിട്ട്? എന്നാ ഒറ്റ ചോദ്യോടെ, വെരി വെരി ഇമ്പോർട്ടന്റ്. ആ മുട്ടയുടെ ചോദ്യം. ഞാൻ എൻ്റെ കയ്യിൽ 5 മുട്ടയുണ്ട്. അതിലൊരു മുട്ട പുഴുങ്ങിയ മുട്ട. എങ്ങനെ തിരിച്ചറിയും? നല്ല രസകരമായ ആൻസർ ഒക്കെ നമുക്ക് നോക്കാൻ കിട്ടും കേട്ടോ. ചൂടുള്ളത് നോക്കിയാൽ മതി, ഒട്ടിച്ച് നോക്കിയാൽ മതി. അങ്ങനെയൊന്നും അല്ല നോക്കാം. എൻ്റെ കയ്യിൽ 5 മുട്ടയുണ്ട്. അതിൽ 2 എണ്ണം പുഴുങ്ങിയത്, 3 എണ്ണം പുഴുങ്ങാത്തതാണ്. പെയിന്റ് അടിച്ചു വെച്ചേക്കുവാണ്. പുറമേ നിന്ന് പുഴുങ്ങിയതിന്റെ പാടൊന്നും കാണത്തില്ല. കഞ്ഞിക്കകത്തിട്ട് കഞ്ഞിവെള്ളത്തിന്റെ പാടൊന്നുമില്ല. വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിന്റെ പാടൊന്നുമില്ല. എല്ലാം പെയിന്റ് അടിച്ച് വെച്ചിരിക്കുക. എങ്ങനെ അറിയും ഏതാണ് പുഴുങ്ങിയ മുട്ട ഏതാണ് പുഴുങ്ങാത്ത? കറക്കി നോക്കുമ്പോൾ കൂടുതൽ നേരം ആറ് കറങ്ങും? പുഴുങ്ങിയ മുട്ട കൂടുതൽ നേരം കറങ്ങും. എന്താണ് കാരണം? അതാണ് ഉത്തരം. ഈ ഉത്തരം പറ. എന്താ ഉത്തരം? എന്നാ നിങ്ങൾ എല്ലാ ചോദ്യത്തിന്റെയും പകുതി ഉത്തരം വരെ പറയും. എ കാരണയില്ല, എ ബി കാരണയില്ല, സി കാരണയില്ല. പുഴുങ്ങിയ മുട്ട കാരണയില്ല. പുഴുങ്ങിയ മുട്ട എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ഇറ്റ് ഓൺലി ആക്ട് ആസ് എ റിജിഡ് ബോഡി അല്ലേ? റിജിഡ് ബോഡി എന്ന് ഞാൻ ആ ചാപ്റ്ററിൽ ആദ്യം പറഞ്ഞില്ലായിരുന്നു. 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന്. നമ്മൾ അതിനകത്ത് ആദ്യം ഇങ്ങനെ ഒരു ബോഡി വരച്ചിട്ടല്ലേടോ ഓരോ ബോഡി ഇങ്ങനെ തൂങ്ങി കിടക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടില്ല ചാപ്റ്റർ തുടങ്ങി. അതിന്റെ സെന്റർ ഓഫ് മാസ് ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ മറ്റേന്ന് പറയുമ്പോ എങ്ങനെയാണ്? ബോയിൽഡ് അല്ല വെള്ളമായിട്ട് കിടക്കുവാണെങ്കിൽ അത് റിജിഡ് ബോഡി അല്ല. അതിന്റെ സെന്റർ ഓഫ് മാസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അത് പെട്ടെന്ന് പെട്ടെന്ന് കറങ്ങി അങ്ങനെ പോകും. ഇറ്റ്സ് ആക്ട് ആസ് എ റിജിഡ് ബോഡി. ഏത്? ബോയിൽഡ് എഗ് ഓൾവേസ് ആക്ട് ആസ് എ റിജിഡ് ബോഡി. എഴുതിയത് ബോയിൽഡ് എഗ് എന്ന് പറയുന്നത് ഒരു റിജിഡ് ബോഡിയാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ ഇന്നത്തെ പഠിപ്പിക്കുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ?